IPL 2026 സീസണിലെ പഞ്ചാബിന്റെ പെർഫോമൻസിനെ രണ്ട് പകുതികളാക്കി തിരിച്ചാൽ അത് ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിചിത്രമായ രണ്ട് മുഖങ്ങളുള്ള ഒരു കഥയായി മാറും. കാരണം ആദ്യ പകുതിയിൽ നമ്മൾ കണ്ടത് IPL ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നിനെയാണ്. ആദ്യ 7 മത്സരങ്ങളിൽ ഒരു തോൽവി പോലും നേരിടാത്ത അൺബീറ്റബിൾ ടീം. എന്നാൽ ആദ്യ പകുതിക്ക് ശേഷമോ കാര്യങ്ങളെല്ലാം നേർവിപരീതമാണ്. ഒരു മത്സരം പോലും വിജയിക്കാത്ത IPLിലെ ഏറ്റവും മോശം ടീം. ഇന്നലെ ധരംശാലയിലെ തണുപ്പിൽ പഞ്ചാബ് ബോളർമാരെ പഞ്ഞിക്കിട്ടത് ഏറ്റവും മോശം ഫോമിലുള്ള മുംബൈ ഇന്ത്യൻസ് ആണ്. എതിർ ടീമിനെ 18 പന്തിൽ വിജയിക്കാൻ 50 റൺസ് വേണ്ട ഒരു മത്സരമാണ് പഞ്ചാബ് അവർക്ക് മുന്നിൽ അടിയറവ് വെച്ചത്. ഈ സീസണിൽ ഏറ്റവും അധികം 200 റൺസ് കൺസീഡ് ചെയ്ത ടീം പഞ്ചാബ് കിങ്സ് ആണ്. ആദ്യം ബാറ്റ് ചെയ്ത് 200 റൺസ് ഉയർത്തിയ ഒരു മത്സരം കൂടി പഞ്ചാബ് തോൽക്കുന്നതാണ് ഇന്നലെ കണ്ടത്. അവസാന 5 മത്സരങ്ങളിൽ 200 അടിച്ചിട്ടും തോൽക്കുന്നത് ഇത് 3ാം തവണ. മിഡിൽ ഓർഡർ ഒരിക്കൽ കൂടി പരാജയമായ മത്സരത്തിൽ പഞ്ചാബിനെ മികച്ച സ്കോറിലെത്തിച്ചത് ലോവർ ഓർഡറാണ്. 16.2 ഓവറിൽ 147 വിക്കറ്റുകൾ വീണ പഞ്ചാബിനെ ലോവർ ഓർഡർ വന്ന് എടുത്തുയർത്തി. 17 പന്തിൽ നിന്നും 38 റൺസ് എടുത്ത അസ്മത്തുള്ള ഒമർസായാണ് മുന്നിൽ നിന്നും നയിച്ചത്. മലയാളി താരം വിഷ്ണു വിനോദും സേവിയർ ബട്ട്ലറ്റും കിട്ടിയ പന്തുകളിൽ സ്കോർ ഉയർത്തിയതോടെയാണ് 200 തൊട്ടത്. മറുപടി ബാറ്റിംഗിൽ റയാൻ റിക്കൽട്ടൺ മുംബൈക്ക് പ്രതീക്ഷ നൽകിയാണ് തുടങ്ങിയത്. പക്ഷേ മറുവശത്ത് രോഹിത് ശർമ്മ സ്കോർ ഉയർത്താൻ പാടുപെട്ടു. പിന്നാലെ നവന്ധിർ കൂടി പുറത്തായതോടെ പഞ്ചാബ് മത്സരത്തിലേക്ക് തിരിച്ചു വന്നതാണ്. അവിടെ നിന്നാണ് തിലക് വർമ്മയും വിൽ ജാക്സും കളിയുടെ മൊമെന്റം മാറ്റുന്നത്. ശ്രേയസിൻ്റെയും പോണ്ടിങ്ങിൻ്റെയും പുഞ്ചിരിയെല്ലാം ഒരിക്കൽ കൂടി മാഞ്ഞു. പ്ലേ ഓഫ് പ്രതീക്ഷകൾ അവസാനിച്ച മുംബൈക്ക് ഇത് വെറുമൊരു ജയമെങ്കിൽ പഞ്ചാബിന് തോൽവി നൽകുന്ന ആഘാതം ചെറുതല്ല. നേരത്തെ ഈ സീസണിൽ RCB പഞ്ചാബ് മത്സരമാണ് എല്ലാവരും കാത്തിരുന്നത്. ഏറ്റവും മികച്ച ടീമിനെ അന്നറിയാം എന്നായിരുന്നു അന്ന് എല്ലാവരുടെയും വിലയിരുത്തൽ. പക്ഷേ മെയ് 17 നടക്കുന്ന പഞ്ചാബ് RCB മത്സരം പഞ്ചാബിനിപ്പോൾ കരുത്ത് തെളിയിക്കാനുള്ള മത്സരമല്ല, അത് നിലനിൽപ്പിനായുള്ള പോരാട്ടം മാത്രമാണ്. 13 പോയിന്റുമായി പഞ്ചാബ് 4ാം സ്ഥാനത്ത് തന്നെ ഇപ്പോഴുമുണ്ട്. പക്ഷേ 1 പോയിന്റ് വ്യത്യാസത്തിൽ മാത്രമുള്ള ഒരു ഞാണിന്മേൽ ഇരിപ്പാണത്. ഒരു മത്സരം കുറച്ചു കളിച്ച ചെന്നൈയും രാജസ്ഥാനും ഇപ്പോൾ ഉള്ളിൽ ചിരിക്കുന്നുണ്ട്. കാരണം പഞ്ചാബിൻ്റെ ഈ പതനം അവരുടെ പ്ലേ ഓഫ് സാധ്യതകൾക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്നു. പഞ്ചാബിൻ്റെ സാധ്യതകൾ ഇനിയും അവസാനിച്ചിട്ടില്ല. ഇനിയുള്ള 2 മത്സരങ്ങളും വിജയിച്ചാൽ പ്ലേ ഓഫ് ഉറപ്പാണ്. 1 വിജയിച്ചാൽ കയറാൻ അത്ഭുതങ്ങൾ വേണ്ടിവരും. കൊള്ളാവുന്ന ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ടായിട്ടും എന്തുകൊണ്ട് പഞ്ചാബ് തോൽക്കുന്നു എന്നതിൻ്റെ കാരണം തേടി അധികം പോകേണ്ട. പഞ്ചാബ് ബോളർമാരുടെ എക്കോണമി മാത്രമൊന്ന് നോക്കിയാൽ മതി. പ്രീമിയം പേസർ അർഷദീപിൻ്റേത് 9.70, മാർക്കോ യാൻസൻ്റേത് 10.38, സേവിയർ ബാട്ട്ലറ്റിൻ്റേത് 11.58, സ്പിന്നർ യുസ്വേന്ദ്ര ചഹലിൻ്റേത് 9.35. തോൽവിക്കധികം കാരണങ്ങൾ വേറെ തേടേണ്ടതില്ല. സീസൺ ആദ്യഘട്ടത്തിൽ പഞ്ചാബ് വെറുതെ ജയിക്കുകയല്ല, റെക്കോർഡുകൾ തകർക്കുകയായിരുന്നു. ഡൽഹി ക്യാപിറ്റൽസിനെതിരെ അവർ പിന്തുടർന്ന് ജയിച്ച 265 റൺസ് IPLിലെ തന്നെ റെക്കോർഡായിരുന്നു. പഞ്ചാബിൻ്റെ ഓരോ താരങ്ങളിലും പ്രത്യേകം വിന്നിംഗ് മെൻറ്റാലിറ്റിയും ടീം സ്പിരിറ്റും കാണാമായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് ആ സ്വപ്നയാത്ര അവസാനിച്ചത്. തുടർച്ചയായ 5 തോൽവികൾ. അസിസ്റ്റന്റ് കോച്ച് ബ്രാഡ് ഹാഡിൻ പറഞ്ഞതുപോലെ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ പഞ്ചാബിന് സാധിച്ചില്ല. ജയിക്കാമായിരുന്ന മത്സരങ്ങൾ പോലും കൈവിട്ടു. വിക്കറ്റുകൾ വലിച്ചെറിയുന്ന ബാറ്റർമാരും വലിയ സ്കോറുകൾ പ്രതിരോധിക്കാനാകാത്ത ബോളർമാരും പഞ്ചാബിൻ്റെ മുഖമുദ്രയായി മാറി. ഡാറ്റ പരിശോധിച്ചാൽ പഞ്ചാബിൻ്റെ ബോളിംഗ് ഈ സീസണിലെ തന്നെ ഏറ്റവും മോശമായിരുന്നു. 10.77 എന്ന ഉയർന്ന എക്കണോമി റേറ്റുമായി അവർ റൺസ് വാരിക്കോരി നൽകി. മറ്റൊന്ന് ഫീൽഡിംഗ് തന്നെ. ഫീൽഡിങ്ങിലായിരുന്നു പഞ്ചാബ് ഏറ്റവും വലിയ നാണക്കേടുകൾ നേരിട്ടത്. ചെന്നൈക്കെതിരായ ഒരു മത്സരത്തിൽ മാത്രം അവർ 8 ക്യാച്ചുകളാണ് നിലത്തിട്ടത്. ഇർഫാൻ പത്താനെ പോലുള്ള മുൻ താരങ്ങൾ ഇതിനെ പരിഹസിച്ചു. ശശാങ്ക് സിംഗ് തന്നെയായിരുന്നു ഇക്കാര്യത്തിലെ പ്രധാന പ്രതി. ആദ്യഘട്ടത്തിൽ പഞ്ചാബിൻ്റെ കുതിച്ചുപോക്കിന് പിന്നിലുള്ള പ്രധാന കാരണങ്ങൾ അവരുടെ ടോപ്പ് ഓർഡറിൻ്റെ പെർഫോമൻസ് ആയിരുന്നു. പ്രഭ് സിമ്രാൻ സിംഗ്, പ്രിയാൻഷ് ആര്യ കൂട്ടുകെട്ട് നൽകുന്ന മിന്നും അടിത്തറക്കൊപ്പം കൂപ്പർ കണോലിയുടെ നങ്കൂരമിടലും ശ്രേയസ് അയ്യരുടെ കരുത്തും ചേർന്നതോടെ പഞ്ചാബ് ബാറ്റിംഗ് കരുത്തരായി തോന്നപ്പെട്ടു. പക്ഷേ അന്ന് മിഡിൽ ഓർഡർ കാര്യമായി പരീക്ഷിക്കപ്പെട്ടിരുന്നില്ല. ലോവർ ഓർഡറിന് പല മത്സരങ്ങളിലും ഇറങ്ങേണ്ടതായും വന്നില്ല. 11 മത്സരങ്ങൾ കളിച്ച മാർക്കസ് സ്റ്റോയിനിസിന് 179 റൺസ് മാത്രമാണ് സംഭാവന നൽകാനായത്. മറ്റൊരു ഓൾറൗണ്ടറായ മാർക്കോ യാൻസനോ എടുത്തത് വെറും 51 റൺസ് മാത്രം. പോയ സീസണുകളിലെ സർപ്രൈസ് എൻട്രിയായ ശശാങ്ക് സിംഗ് ഇക്കുറി 19 റൺസിനപ്പുറം ഒരു മത്സരത്തിലും എടുത്തിട്ടില്ല. 8 മത്സരങ്ങളിൽ നിന്നും 65 റൺസ് എടുത്ത നേഹൽ വധേരയുടെ ഉയർന്ന സ്കോർ 25 ആണ്. സത്യത്തിൽ പഞ്ചാബ് വിജയിച്ചിരുന്ന ആദ്യ മത്സരങ്ങളിലും അവരുടെ ബൗളിംഗ് ലൈനപ്പ് വീക്ക് തന്നെയായിരുന്നു. പക്ഷേ ബാറ്റിങ്ങിൻ്റെ കരുത്തിൽ അത് അറിയാതെ പോയി. വിജയിക്കുന്ന മത്സരങ്ങളിലും ഫീൽഡിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു. അർഷദീപ് സിംഗ്, മാർക്കോ യാൻസൺ, യുസ്വേന്ദ്ര ചഹൽ എന്നിവരെല്ലാം T20 എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിലും അതിൻ്റെ ഗുണം പഞ്ചാബിന് ഇതുവരെയും കിട്ടിയിട്ടില്ല. ഇടയ്ക്ക് ലോക്കി ഫെർഗ്യൂസനെ ഇറക്കി നോക്കിയെങ്കിലും നന്നായി തല്ലുവാങ്ങിയതോടെ 2 മത്സരങ്ങൾക്ക് ശേഷം പിൻവലിച്ചു.
ഓൾറൗണ്ടർ എന്ന ലേബലുള്ള സ്റ്റോയിനിസ് ഇക്കുറി കാര്യമായി പന്തെടുത്തിട്ടില്ല. 11 മത്സരങ്ങളിൽ നിന്നും എറിഞ്ഞത് 47 പന്തുകൾ മാത്രം. അതിൽ നിന്നും 98 റൺസ് കൺസീഡ് ചെയ്യുകയും ചെയ്തു. ഇന്ത്യൻ ടീമിലേക്കും ക്യാപ്റ്റൻസിയിലേക്കുമുള്ള ശ്രേയസിന്റെ എൻട്രി കൂടിയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇനിയൊരു കംബാക്കിനുള്ള ബാല്യം പഞ്ചാബിനുണ്ടാകുമോ?